പിന്നെ അപ്പു എന്ന് പറഞ്ഞിട്ട് മകൻ ഹൈദരാബാദാണ് വർക്ക് ചെയ്യുന്നത്. മകൻ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്, പക്ഷെ അവിടം വരെ എത്താൻ പറ്റുമെന്ന് അറിയില്ല. വേറെ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക്. ഏതാ ആർക്ക്? രാമേന്ദ്രൻ ദുബായിലായിരുന്നു. നമ്മൾ ദുബായിലുണ്ടായിരുന്നു, ഖത്തറിലുണ്ടായിരുന്നു. ഈ സെക്യൂരിറ്റി ഏജൻസിയുടെ സപ്ലൈ ഒക്കെ ആയിരുന്നു. പിന്നെ മകള് വിദേശത്തല്ല, ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് ഇവിടെ വന്നിട്ട് അവധിക്ക്. ആർക്ക്? രാമേന്ദ്രൻ ഇപ്പോൾ 65 രാമേന്ദ്രൻ ഇവിടെ തന്നെയാണ് ബോണാൻ പൊറോട്ടപ്പോൾ എല്ലാം രാമേന്ദ്രൻ ഇടപ്പള്ളി തന്നെയാണ്. പക്ഷെ കുറച്ച് നാൾ ദുബായിലായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ ജമ്മു കശ്മീരിലെ പൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു മലയാളിയുടെ ജീവനം നഷ്ടമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ പ്രതികരണമാണ് ലഭ്യമായത്. സ്നേഹമോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്നേഹ, നമുക്ക് ഔദ്യോഗികമായി ഈ പേരും പിതാവിന്റെ പേരും മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ബന്ധു നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സ്നേഹ? ആര്യ, ബന്ധു നൽകുന്ന വിവരമനുസരിച്ച് ഇന്നലെ രാവിലെ രാമചന്ദ്രന്റെ ഭാര്യ ഷീലയും അതോടൊപ്പം തന്നെ മകൾ അമ്മുവിൻ്റെ 2 കുട്ടികളും, അതായത് ഏകദേശം 5ാം ക്ലാസ്സിൽ താഴെ പഠിക്കുന്ന 2 ഇരട്ട കുട്ടികളാണ്. ഇവർ ഒരുമിച്ചായിരുന്നു ഇന്നലെ രാവിലെ ഹൈദരാബാദ് വഴി ജമ്മു കാശ്മീരിലേക്ക് പോയത്. രാമചന്ദ്രന് ഒരു മകനും ഉണ്ട്. മകൻ ഹൈദരാബാദിൽ ജോലി ചെയ്ത് വരികയാണ്. മകൻ ഈ വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് ജമ്മു കാശ്മീരിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് ബന്ധു നൽകുന്ന വിവരം. ഈ രാമചന്ദ്രൻ ദുബായിലായിരുന്നു, പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ ഇടപ്പള്ളിയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വദേശത്ത് ഉണ്ട്. മകളും അതുപോലെ തന്നെ വിദേശത്തായിരുന്നു. അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എത്തിയതായിരുന്നു. അതുപോലെ തന്നെ ഈ 3 പേരും ഇവരുടെ ഈ രാമചന്ദ്രൻ്റെ ചെറിയ ഇളയ മക്കൾ, അതായത് കൊച്ചുമക്കൾ, ഈ കൊച്ചുമക്കളും ചേർന്ന് ഇന്നലെ രാവിലെയായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഈ ഹൈദരാബാദ് വഴി ജമ്മു കാശ്മീരിലേക്ക് പോയത് എന്നാണ് ബന്ധു നൽകുന്ന വിവരം. അവിടെ ചെന്ന് അതിനുശേഷം ഈ രാമചന്ദ്രൻ്റെ ഭാര്യ ഷീല ഫോൺ എടുക്കാതെ വന്നിരുന്നു. ഇവർ നിരന്തരം ഈ ബന്ധുവായിരുന്നു ഇപ്പോൾ സംസാരിച്ചിരുന്നത്. ഫോൺ എടുക്കാതെ വന്നിരുന്നു.